ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കിന്റെ വേക്കൻസിയാണ്. ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് റിക്രൂട്ട്മെന്റ് 2026 വളരെയേറെ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ വേക്കൻസിയാണ്. നിങ്ങൾ പലരും പറയും വേക്കൻസി ഇല്ല, ജോലി ഇതുവരെ കിട്ടിയില്ലെന്ന്. നിങ്ങൾ ഇത് ആവശ്യമായി ഇത് കണക്കുള്ള ആ ഒരു വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇത് കണക്കുള്ള കമ്പനികളിലെ വേക്കൻസികൾ നിങ്ങൾ കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഈ വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴും നിങ്ങൾ അതിനു മുന്നിൽ കണ്ണടച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കാര്യം ഇൻഫോ പാർക്കിലൊക്കെ നിങ്ങൾക്ക് വേക്കൻസി, അത് കണക്കിന് ടെക്നോ പാർക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേക്കൻസി ഉണ്ട്. എത്രയോ വലിയ കമ്പനികളുടെ വേക്കൻസിയാണ്. പക്ഷെ ഒന്നുകിൽ നിങ്ങൾ അത് കാണുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടും കണ്ണടയ്ക്കുന്നു. ഇതാണ്. പക്ഷെ എന്നിട്ട് നിങ്ങൾ പറയും ജോലിയില്ല. നമ്മുടെ കേരളത്തിലെ നിങ്ങൾ PSC വഴി ഏതൊക്കെ വേക്കൻസിയാണ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ 2 ദിവസമായിട്ട് കണ്ടിന്യൂ PSCയുടെ വേക്കൻസിയാണ് ഇടുന്നത്. നിങ്ങൾ അതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്. പല വേക്കൻസികളുണ്ട്, പക്ഷെ നിങ്ങൾ ആരും അത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതും വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങളുടെ ചേർത്തലയിൽ വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ വേക്കൻസിയാണ്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ രണ്ടിന്റെയും ഇൻഫോ പാർക്കിന്റെയും ടെക്നോ പാർക്കിന്റെയും വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ അവരുടെ വേക്കൻസിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. അവിടുന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു 2 കാര്യം ഇൻഫോ പാർക്കിന്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫോ പാർക്കിൽ പോകും അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ പോകും. ഇത് നിങ്ങൾക്ക് അങ്ങ് അവിടുന്ന് ക്ലിക്ക് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ ചെയ്യുന്ന കമന്റ് ബോക്സിന്റെ താഴെ നിങ്ങൾക്ക് ഇതിന്റെ 2ന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പോ ലൈക്കോ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പൊ ഇവിടെ ടെക്നോ പാർക്കിന്റെ നിങ്ങൾ പറയും വേക്കൻസി ഇല്ലെന്ന്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ടെക്നോ പാർക്കിന്റെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ എത്രയോ വേക്കൻസി കാണിച്ച് ബിൻവിഷിന്റെ ഇവിടെ വേക്കൻസി ഉണ്ട്, ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഉണ്ട്, ITI ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ടിസിന്റെ വേക്കൻസി ഉണ്ട്. ഇവിടെ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ, സെയിൽസ് റീറ്റെയിൽ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, PO സൊല്യൂഷന്റെ പല വേക്കൻസികളുണ്ട്. നിങ്ങൾ ഇതൊന്നും കാണാറില്ലേ? നിങ്ങൾ ഇതൊന്നും ഇന്നോവേഷന്റെ വേക്കൻസി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജറുടെ വേക്കൻസി ഉണ്ട്. ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇന്നോവേഷന്റെ വേക്കൻസി ഉണ്ട്. ഇവിടെ ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. QA എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. നമുക്ക് ഇതിന്റെ എന്താണ് ഇവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് നോക്കാം. ഇത് 18 ജാനുവരി വരെയുണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നുണ്ട്, അത് നോക്കി ചെയ്യണം. ഇത് ക്ലോസിംഗ് ഡേറ്റ് 13 ജനുവരി വരെയുണ്ട്. ഇത് 18 ജനുവരി ഉണ്ട്. 28 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് 7 ഫെബ്രുവരി വരെയുണ്ട്. അപ്പൊ ഈ ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഇതിനെന്ത് യോഗ്യതയാണ് ഇവർ ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ട്രെയിനിയാണിത്. ഇവിടെ പറയുന്നുണ്ട് കേരള സ്റ്റാർട്ടപ്പ് ഇന്റഗ്രേറ്റഡ് ഓർഡർ ഓട്ടോമേറ്റഡ് സൊല്യൂഷൻ ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പൊസിഷൻ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ട്രെയിനി. ഇത് എക്സ്പീരിയൻസ് പ്രഷർ നിങ്ങൾക്ക് 0 to 6 മന്താ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് 0 to 6 മന്താ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിനകത്ത് പ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് പറ്റും. ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മതി നിങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേക്കൻസി വരുന്നുണ്ട്. എത്രയോ വേക്കൻസികൾ. നമ്മൾ ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ വേക്കൻസികളും ഇവിടെ ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, പ്രീ സെയിൽസ് കോർഡിനേറ്റർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഉണ്ട്, പ്രീ സെയിൽ കോർഡിനേറ്ററുടെ വേക്കൻസി ഉണ്ട്. കമ്പനി ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എഡ്യൂക്കേറ്റർ ആൻഡ് പോഡ്കാസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. സിസ്റ്റം അഡ്മിന്റെ വേക്കൻസി ഉണ്ട്. ഒരുപാട് ജൂനിയർ HR ട്രെയിനിയുടെ വേക്കൻസി ഉണ്ട്. ക്വാളിറ്റി അനലൈസിന്റെ ഉണ്ട്. നിങ്ങൾ ഇത് നോക്കാറില്ലേ? നിങ്ങൾ ഇത് കാണാറില്ലേ? എന്തുമാത്രം വേക്കൻസി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഒരുപക്ഷെ ഇതിനകത്ത് 10ാം ക്ലാസ്സുകാർക്കും 12ാം ക്ലാസ്സുകാർക്കും ഉള്ള വേക്കൻസി കാണത്തില്ല. പക്ഷെ ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്കുള്ള വേക്കൻസികൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ BTech ഒക്കെ പഠിച്ച് എഞ്ചിനീയർ ലെവലിൽ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഇത് നോക്കണം. നമ്മൾ എത്ര നോക്കിയാലും ഇത് തീരത്തില്ല. അത് ുള്ള വേക്കൻസി ഉണ്ട്. ചിലയിടത്തൊക്കെ ബാക്കിംഗ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക. ഇവിടെ പോലീസിന്റെ ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഇതിനെന്താ യോഗ്യത എന്ന് നമുക്ക് നോക്കാം.
ഇവിടെ ക്ലോസിംഗ് 12 ജനുവരി വരെ ഇതുള്ളൂ. ഇത് അധികം സമയമില്ല. അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അപ്ലൈ ചെയ്യണം. ഇവിടെയും ബാച്ചിലർ ഡിഗ്രി മതി, നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി മതി ഇവിടെ. ഇപ്പൊ എത്രയോ വേക്കൻസികളാണ് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ നോക്കണം, ഇവിടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കമ്പനികളുടെ വരെയുണ്ട്. റെപ്യൂട്ടഡ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിലുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ അതുപോലെ റിപ്പോർട്ടഡ് ആയ കമ്പനികളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര ഇവിടെ താഴോട്ട് വന്നാലും ഇത് തീരുന്നില്ല, പേജ് തീരുന്നില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോ ഇത് തിരുവനന്തപുരത്താണ് കൂടുതൽ ഈ വേക്കൻസി വരുന്നത്. അല്ലാതെ സ്ഥലങ്ങളിലുണ്ട്, കേരളത്തിലെ പല സ്ഥലങ്ങളിലുണ്ട്, പല യോഗ്യതകളിലുള്ള വേക്കൻസികൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നോക്കണം. ഇത് ടെക്നോ പാർക്കാണ്. നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഇൻഫോ പാർക്കിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആൾ ലൊക്കേഷന്റെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ജനുവരിയുടെ വരുന്ന. നിങ്ങൾക്ക് അതല്ലാതെ ഏതെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ജനുവരി 9, 8, 9 അത് നമ്മൾ ഇപ്പൊ ഞാനത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കണം. ഇവിടെ ഇൻഫോ പാർക്ക് കൊച്ചിയുടെ വേക്കൻസി ഉണ്ട്. അതും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ക്ലോസ് ആകുന്നതാണ്. ഇവിടെ കൊച്ചിയുടെ phase 1 phase 2 ഉണ്ട്. ഞാൻ കണ്ട ഇവിടാണ് ചേർത്തലയുടെ വേക്കൻസിയാണ്. ഇൻഫോ പാർക്ക് ചേർത്തലയുടെ വേക്കൻസിയാണ്. ഇവിടെ നിങ്ങൾക്ക് 2, 4, 5 വേക്കൻസി ഉണ്ട്. PhD ഡെവലപ്പർ 2+ ഇയർ എക്സ്പീരിയൻസ്. ഇത് ചേർത്തലയുടെ വേക്കൻസിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ബിസിനസ് ടെക്നോളജീസ് ആണ്. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ഇത് 12 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 12 ജനുവരി. ഇവിടെ 15 ജനുവരി, ഇവിടെ 30 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 30, ഇവിടെ 30. അപ്പം 5 വേക്കൻസിയേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇവിടെ 5 വേക്കൻസികളാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഇപ്പം ഫസ്റ്റ് PHP ഡെവലപ്പർ 2+ ഇയർ എക്സ്പീരിയൻസ് വേണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. ചിലത് എക്സ്പീരിയൻസ് വേണ്ടതുണ്ട്, ചിലത് പ്രഷറിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ നോക്കുക. ഈ ഒരു പർട്ടിക്കുലർ ജോബിനെ പറ്റി ഇവരുടെ ഈ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ PhD ഡെവലപ്പർ 2+ ഇയർ എക്സ്പീരിയൻസ് 2+ ഇയർ നിങ്ങൾക്ക് 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണം. ഇവിടെ നിങ്ങൾ റിക്വയർമെന്റ്സ് എന്തൊക്കെ വേണമെന്ന് മിനിമം 2 ഇയർ ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് PHP ഡെവലപ്മെന്റ്. ഇവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ ചേർത്തലയാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്ലൈ ഹിയർ, നിങ്ങൾക്ക് അപ്ലൈ ഹിയർ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ആ പേജിലേക്ക് പോകും. ഇവിടെ ബാക്കിയുള്ള റിക്വയർമെന്റ് എന്തൊക്കെ വേണം, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വീണ്ടും അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യണം. എല്ലാം നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇതുമായിട്ട് മാച്ച് ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേരെഴുതുക, മൊബൈൽ നമ്പർ, നിങ്ങളുടെ വാട്സപ്പോട് കൂടിയ മൊബൈൽ നമ്പർ എഴുതുക, ഇമെയിൽ കൊടുക്കുക, കറണ്ട് ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. കാനി ജോയിൻ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ കൊടുക്കണം. ഇല്ല നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് എത്ര ദിവസം, 15 ദിവസത്തെ, നിങ്ങൾ കുറഞ്ഞത് ഒരു 15 ദിവസമെങ്കിലും വെക്കണം. അപ്പം നോട്ടീസ് പീരീഡ് കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുക. IH നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ IS ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ കൊടുക്കുക. കറണ്ട് ജോബ് റോൾ കൊടുക്കുക. ഇയർ ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ പലതും തന്നിട്ടുണ്ട്. ഇവിടെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെ 0 തൊട്ടുള്ളതുകൊണ്ട് നിങ്ങൾ 0 ആണെങ്കിൽ 0 കൊടുക്കുക. ഇവിടെ കറണ്ട് CTC നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ആ സാലറി എത്രയാണ് അത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എത്ര സാലറി, അതായത് CTC എന്ന് പറഞ്ഞാൽ വർഷത്തിലുള്ള സാലറിയാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അത് ഇവിടെ എത്ര വേണമെന്ന് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ CV ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കവറിംഗ് ലെറ്റർ കൊടുക്കണം. കവറിംഗ് ലെറ്റർ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് നിങ്ങൾ ഇടല്ലേ, കവറിംഗ് ലെറ്റർ നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പം വളരെ നല്ല വേക്കൻസിയാണ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിലെ വേക്കൻസികൾ. ടെക്നോ പാർക്ക് നിങ്ങൾ കണ്ട് എന്തുമാത്രം വേക്കൻസി ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.